നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ലൈംഗിക ആരോപണ കേസിൽ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെ വലിച്ചു താഴെയിടാൻ ഒരുങ്ങി ബി ജെ പിയുടെ ദേശീയ നേതാവ് ശോഭാ സുരേന്ദ്രനാണ് പിണറായി സർക്കാരിനെതിരെയുള്ള വമ്പൻ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. അതിരൂക്ഷമായ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സാംസ്കാരിക മന്ത്രി സജി ചെറിയാനെതിരെയും അതിരൂക്ഷമായ വിമർശനവുമായി ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ സിനിമാ ലൈംഗിക ആരോപണ കൊടുങ്കാറ്റ് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ബി ജെ പിയുടെ ഒരു വനിതാ നേതാവ്, ബി ജെ പിയുടെ ഒരു ദേശീയ നേതാവ് സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വരുന്നത്. നടൻ മുകേഷിനെതിരെ നിരവധി പരാതികൾ ഉണ്ടായിട്ടും മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ചെയ്യുന്നത്. സജി ചെറിയാന്റെ സ്വന്തം താല്പര്യമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി അറിഞ്ഞുകൊണ്ടുള്ള പൊറാട്ടു നാടകമാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. ഒരു പീഡകനെ, ഒരു സ്ത്രീ പീഡകനെ സംരക്ഷിക്കുന്നതിലൂടെ സംസ്ഥാന സർക്കാർ തന്നെ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു. ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഗൗരവത്തോടെയുള്ള ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കാത്തത്? പാർട്ടി നോക്കി പീഡന വീരന്മാരെ സംരക്ഷിക്കുന്ന പിണറായി വിജയനും സജി ചെറിയാനും രാജിവെച്ചൊഴിയണം. സാംസ്കാരിക മന്ത്രിയുടെ കസേരയിൽ ഇരിക്കാൻ ഒരു നിമിഷം പോലും സജി ചെറിയാന് അർഹതയില്ലെന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു. എന്തായാലും ശോഭാ സുരേന്ദ്രൻ രംഗത്തിറങ്ങിയതോടെ പിണറായി സർക്കാരിന്റെ ചീട്ടു കീറുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ വളരെ ഗൗരവമുള്ളത് തന്നെയാണ്. കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി സജി ചെറിയാൻ, ആ സജി ചെറിയാനെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കേണ്ടതായിരുന്നു. പക്ഷെ നാളിതുവരെ സജി ചെറിയാൻ ആ കസേരയിൽ ഇരിക്കുന്നു എന്നുള്ളതിനർത്ഥം ഈ സിനിമാ മേഖലയിൽ നടന്ന ഇത്തരത്തിലുള്ള അന്യായമായ പ്രവൃത്തികളോട് കൂറു പുലർത്തുന്ന ഒരാളാണ് ഈ മന്ത്രി എന്നതിന്റെ സൂചനയാണ്. സജി ചെറിയാൻ ഒറ്റയ്ക്ക് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കില്ല. ക്ഷേമ കമ്മീഷൻ റിപ്പോർട്ട് വന്ന് ഏതാണ്ട് 4.5 വർഷത്തോളമായി ആ റിപ്പോർട്ടിനെ കയ്യിൽ വെച്ചുകൊണ്ടാണ് യാതൊരു തരത്തിലുമുള്ള നീക്കുപോക്കുകളും നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാകാതിരുന്നത്, ഈ ഗവൺമെന്റ് തയ്യാറാകാതിരുന്നത്. ഇപ്പോ കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇവിടുത്തെ സിനിമാ മേഖലയിൽ ആർക്കൊക്കെയെല്ലാമാണോ ആരോപണം വന്നത്, ആരോപണ വിധേയർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പണിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കേൾക്കാനും കാണാനും സാധിച്ചത്. കേരളത്തിൽ എത്രയോ സ്ത്രീ പീഡന കേസുകൾ ചർച്ച ചെയ്യപ്പെടുകയും ആ കേസുകളിൽ എത്രയോ സ്ത്രീകൾ അവരുടെ ജീവിതം തന്നെ വെല്ലുവിളിയായി നിൽക്കുമ്പോഴും സമൂഹ മധ്യത്തിൽ പ്രതികരണ ശേഷിയോടുകൂടി പോരാട്ടം നടത്തുകയും അതിന് ചിലർക്കെങ്കിലും നീതി ലഭിക്കുകയും ചെയ്ത ഒരു നാട്ടിൽ എന്ത് പ്രത്യേക പ്രിവിലേജ് ആണ് ഈ സിനിമാ മേഖലയിലുള്ളവർക്കുള്ളത്? സിനിമാ മേഖലയിലെ നടനാകട്ടെ നടിയാകട്ടെ അവരെ ഇവിടുത്തെ സാധാരണക്കാരൻ അവന്റെ പോക്കറ്റിൽ കിടക്കുന്ന പണം എടുത്തുകൊണ്ട് സിനിമ കണ്ട് വളർത്തുന്നത് കല സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാനുള്ള ഒരു മാധ്യമമാണ് എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ മുകേഷിനെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളും വകുപ്പ് മന്ത്രിയെ തലസ്ഥാനത്ത് ഇരുത്താൻ ശ്രമിക്കുന്ന പരിശ്രമങ്ങളുടെയും പിറകിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് റോളുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വളരെ ധാർഷ്ട്യത്തോടുകൂടി മുകേഷിനെതിരെ നടപടി എടുക്കില്ല എന്ന് എന്തടിസ്ഥാനത്തിലാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ചുമതലയുള്ളവർ വരെ വ്യക്തമാക്കുന്നത് എന്ന് കേരളത്തിന് മനസ്സിലാവുന്നില്ല. കാരണം എത്രയോ കുറ്റാരോപിതരായിട്ടുള്ള ആളുകൾ തലസ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ, അവർക്കെതിരെ ആരോപണം ഉണ്ടായ സമയത്ത് കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുടെയും അറിവോടും സമ്മതത്തോടും കൂടി അവരേതു പാർട്ടിയുടെ പ്രതിനിധികളാണ് എന്നുള്ളത് തന്നെ അടിവരയിട്ടുകൊണ്ട് പറയട്ടെ, സംസ്ഥാന സെക്രട്ടറി ഈ വിഷയത്തിൽ മുകേഷിനെ സംരക്ഷിച്ചു നിർത്താനുള്ള നടപടിക്രമങ്ങൾ ഒരുക്കിയെടുക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ തെറ്റ് ചെയ്യുന്നവർക്ക് സംരക്ഷണം കൊടുക്കുന്ന പാർട്ടിയായി മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ കാലഘട്ടത്തിലേ മാറിപ്പോയിട്ടുണ്ട്. അത് ഇവിടെ നേരത്തെ നമ്മൾ കേരളം ചർച്ച ചെയ്തിട്ടുള്ള പല സ്ത്രീ പീഡന കേസുകളിലും മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ് പ്രതികളെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു പാർട്ടിയായി ഈ പാർട്ടി മാറിക്കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനിയെങ്കിലും പ്രസ്ഥാനത്തിൽ നിന്ന് ആയിരക്കണക്കിന് 10,000-കണക്കിന് വരുന്ന പ്രവർത്തകർ, അനുഭാവികൾ
ആ പ്രസ്ഥാനം വിട്ടുകൊണ്ട് മറ്റു പ്രസ്ഥാനങ്ങളിലേക്ക് മാറുന്ന ഒരു സാഹചര്യം അത് മനസ്സിലാക്കുന്ന ഘട്ടത്തിലെങ്കിലും ഈ പാർട്ടിക്കകത്ത് തെറ്റ് ചെയ്തവരെ രക്ഷിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നത് അവസാനിപ്പിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം തയ്യാറാകണം എന്നുകൂടി എനിക്ക് അഭിപ്രായമുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കുന്നത്. സിനിമാ മേഖലയിലെ ഇത്തരം ലൈംഗിക പീഡന ആരോപണങ്ങളിൽ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? സംസ്ഥാന സർക്കാരിന്റെ പക്കൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ 4.5 വർഷക്കാലം അടയിരുന്നവരാണ്. ഒടുവിൽ ആ റിപ്പോർട്ടിലെ ചില പ്രസക്തമായ ഭാഗങ്ങൾ പുറത്തു വന്നപ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർ പോലും ഞെട്ടി. ഇപ്പോൾ അത് കോടതിയുടെ പരിഗണനയിലാണ്. കോടതിയുടെ പരിഗണനയിൽ വന്നതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ എന്തെങ്കിലും നീതിപൂർവമായ നടപടികൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനു പിന്നാലെ മലയാള സിനിമയിൽ നടന്മാരിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച് നിരവധി സ്ത്രീകൾ തുറന്നു പറഞ്ഞു. സ്ത്രീപക്ഷ സർക്കാർ എന്ന് പറയുന്ന ഒരു സർക്കാരാണ്. എന്നിട്ടും ആ തുറന്നു പറച്ചിലുകൾ ബധിരകർണങ്ങളിലാണ് പതിച്ചത്. MLA-യും സിനിമാ നടനുമായ മുകേഷിനെതിരെ എത്ര ആരോപണങ്ങൾ പുറത്തു വന്നു. സുരേഷ് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് എത്ര പെൺകുട്ടികൾ പറഞ്ഞു. എന്നിട്ടും മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാട്. ഇന്നിപ്പോ CPM-ന്റെ ഒരു പ്രധാന നേതാവ് PK ശ്രീമതി ടീച്ചർ, പഴയ ഒരു മന്ത്രി കൂടിയാണ്, പറഞ്ഞിരിക്കുന്നത് മുകേഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, മുകേഷിനെ പാർട്ടി സംരക്ഷിക്കുമെന്ന്. അങ്ങ് ഡൽഹിയിൽ ഗുസ്തി താരങ്ങൾ എന്തോ ആരോപണം ഉന്നയിച്ചപ്പോ അവിടെ ഗുസ്തി താരങ്ങൾക്ക് പിന്തുണയുമായി അങ്ങ് ജന്തർ മന്ദറിൽ പോയ മഹതിയാണ്. ഇങ്ങ് കേരളത്തിൽ സഖാക്കന്മാർ, അത് പാർട്ടിയിലെ സഖാക്കന്മാരായാലും സിനിമാ നടന്മാരായ സഖാക്കന്മാരായാലും, സഖാക്കന്മാർ പീഡനം നടത്തുമ്പോൾ ആ പീഡനത്തിന്റെ തീവ്രത അളക്കാൻ കോലും കൊണ്ട് പോകുന്ന ഒരു സഖാക്തിയാണ്. ഇപ്പോൾ പറയുന്നു മുകേഷിനെതിരെ നടപടിയില്ല, മുകേഷ് നമ്മ സ്വന്തം ആളാണ്. സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഇടതുപക്ഷക്കാരനായ പീഡന വീരന്മാർക്ക് ഒരു നടപടിയും ഉണ്ടാകില്ല. അത് നമ്മൾ കണ്ടതാണ്. രഞ്ജിത്തിനെ എത്രയോ സംരക്ഷിച്ചു സാംസ്കാരിക മന്ത്രി. ബംഗാളി നടിയുടെ പരാതി ഉണ്ടായിട്ട് പോലും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ മാറ്റാതെ പിടിച്ചു നിർത്തുകയായിരുന്നു സജി ചെറിയാൻ. പീഡന വീരനാണ് എന്ന് പലവട്ടം തെളിഞ്ഞിട്ടും രഞ്ജിത്തിന്റെ ആ മഹത്വങ്ങൾ വാഴ്ത്തിപ്പാടുകയായിരുന്നു മാധ്യമങ്ങളിലൂടെ സജി ചെറിയാൻ ചെയ്തത്. ലോകമാരാധിക്കുന്ന, ലോകമറിയപ്പെടുന്ന ഒരു സംവിധായകനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉണ്ടാകാം. അപ്പൊ സജി ചെറിയാൻ വിചാരിക്കുന്ന എന്താണ്? ലോകം ആരാധിക്കുന്ന, ലോകമറിയപ്പെടുന്ന സംവിധായകനായാൽ ഏത് സ്ത്രീയും കയറി പീഡിപ്പിക്കാമെന്നാണോ? അല്ലെങ്കിൽ സ്ത്രീകളെ പീഡിപ്പിക്കാനുള്ള ലൈസൻസ് ആണോ പ്രമുഖ സംവിധായകൻ എന്നുള്ളത്? അപ്പോൾ ഈ പീഡന വീരന്മാരെ, സ്ത്രീകൾക്കെതിരെ മോശമായി പ്രവർത്തിക്കുന്ന, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം അവരെ വാഴ്ത്തിപ്പാടി പുകഴ്ത്തിപ്പാടി സംരക്ഷിക്കുന്ന ഒരു സാംസ്കാരിക മന്ത്രി കേരളത്തിന് തന്നെ നാണക്കേടാണെന്നുള്ളൊരു തർക്കവുമില്ല. ഇക്കാര്യമാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ ഒരു പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ ഓർക്കണം, അതിന് ജനകീയ പിന്തുണ വലിയ രീതിയിൽ ലഭിക്കും. ഇവിടെ മറ്റേത് BJP നേതാക്കളെക്കാൾ ഈ വിഷയത്തിൽ ആർജവത്തോടുകൂടി നട്ടെല്ലുയർത്തി നിലപാടറിയിച്ച് രംഗത്തിറക്കിയിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രന്റെ ആ ആരോപണ കൊടുങ്കാറ്റിൽ, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ ആ ആക്ഷേപ കൊടുങ്കാറ്റിൽ ആടിയുലയുമോ പിണറായി സർക്കാർ എന്നുള്ളതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്.